ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം വൈകുന്നു എന്നാരോപിച്ച് നാട്ടുകാരുടെ വൻ പ്രതിഷേധം. കടുവയെ പിടികൂടാനുള്ള വനം വകുപ്പ് ദൗത്യ സംഘത്തിന്റെ ബേസ് ക്യാമ്പിൽ നാട്ടുകാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. CCF ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കടുവ ആക്രമണത്തിന് ശേഷം വനമന്ത്രി AK ശശീന്ദ്രൻ സ്ഥലത്തെത്താത്തതിലും ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഞങ്ങള് ഇവിടെ കൂലിപ്പണിയെടുത്താൽ ജീവിക്കാം. രണ്ട് സൈഡിൽ കൂടി കാട്, ഒരു ഭാഗത്ത് പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അവിടെ ചപ്പ് പറിക്കുന്നുണ്ടല്ലോ, ചപ്പിങ്ങനെ വെട്ടി വരുമ്പോഴത്തേക്ക് ചപ്പ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് അവിടെ ചാടുന്നു. വലിച്ചോണ്ട് പോയില്ലേ, ആളെ കിട്ടോ? അങ്ങനെയാണ് ഞങ്ങള് കാര്യക്കെടുക്കുന്നത്. ദൗത്യസംഘത്തിന്റെ ബേസ് ക്യാമ്പായ പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഇപ്പോഴും ഈ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ആ ബേസ് ക്യാമ്പിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണോ നാട്ടുകാർ? ഏതെങ്കിലും തരത്തിൽ അനുനയ ചർച്ചകൾ തുടരുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അഭിജിത്ത്? വിജയകുമാർ, വലിയൊരു പ്രതിഷേധത്തിന് വേദിയാവുകയാണ് ഈ പ്രിയദർശിനി എസ്റ്റേറ്റ്. അല്പസമയം മുൻപ് ഈ പ്രദേശവാസികളുമായ ഒരു ചർച്ച ഇവിടെ നടന്നിരുന്നു. പക്ഷേ ആ ചർച്ചയ്ക്കൊടുവിലും ഈ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കലക്ടർ ഈ പ്രദേശത്തേക്ക് എത്തണം, ഈ സംഭവ സ്ഥലത്തേക്ക് എത്തണം എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ 3 മണിയോടുകൂടി കലക്ടർ എത്തും എന്നുള്ളൊരു ഉറപ്പാണ് നൽകിയത് എന്ന് പറയുന്നു. പക്ഷേ എന്താ ഭയം? എന്തിനാ ഭയപ്പെടുന്നത്? ഇവിടെ വരണം, കളക്ടർ ഇവിടെ വരണം, സബ് കളക്ടർ ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് ചർച്ച ചെയ്യണം. അല്ലാതെ പൊതുജനം കളക്ടറിനല്ല പോട്ടെ, പൊതുജനങ്ങള് കളക്ടറിനല്ല പോട്ടെ. ഇങ്ങനെ വിഷയം നടക്കുമ്പോൾ കളക്ടറും സബ് കളക്ടറും എവിടെ വരണം? ഇവിടെ വരണം. ഈ സ്ഥാപനത്തിന് MD ആണ് കളക്ടർ, ജില്ലാ കളക്ടർ. അപ്പൊ എന്താക്കണം? ചർച്ച നടന്നില്ലേ? ചർച്ചയ്ക്കൊടുവിൽ എന്താണ് തീരുമാനം? ഈ തീരുമാനം ആയിട്ടില്ല, ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. കളക്ടർ വന്ന് ചർച്ച ചെയ്താൽ തീരുമാനവും. ഇപ്പൊ മെസ്സേജ് കൊടുത്തിരിക്കുന്നത് കളക്ടർക്ക് അങ്ങോട്ട്, കളക്ടറെ അടുത്തേക്ക് അങ്ങോട്ട് പോകണമെന്നാ. അങ്ങോട്ടല്ല പോണ്ടേ, ഇവിടെ വിഷയം നടക്കുന്നത്. കളക്ടർ ഇവിടെ വരണം, ഇവിടെ അല്ലേ വരണ്ടേ? അല്ലാതെ പൊതുജനം അങ്ങോട്ടാ പോണ്ടേ? ഈ സ്ഥാപനത്തിന്റെ MD ആണ് അവര് ഇങ്ങോട്ടല്ലേ വരണ്ടേ? അത് വരണം ഇവിടെ. ഏതായാലും വിജയകുമാർ, കളക്ടർ ഇവിടേക്ക് എത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ കേന്ദ്രത്തിന്റെ നിയമപ്രകാരം, SOP പ്രകാരം ഈ കടുവയെ പിടികൂടുന്നതിനാവശ്യമായ ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പ്രകാരം ആദ്യം ഈ കൂട് സ്ഥാപിക്കുക, മയക്കുവെടി വെക്കുക. ഇത് കഴിഞ്ഞ് ഇതിനും സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഇതാണ് നിലവിലെ നിയമം. പക്ഷേ തങ്ങൾ അതിന് അനുവദിക്കില്ല. കാരണം വലിയൊരാശങ്ക തങ്ങൾക്കുണ്ട് എന്ന കാര്യമാണ് നിലവിൽ ഈ നാട്ടുകാർ പറയുന്നത്. ചേച്ചി, എന്താ നിങ്ങളുടെ ഒരു ആവശ്യം? ഞങ്ങൾ ഈ കടുവയെ കൊന്നിട്ട് ഞങ്ങൾ ബോഡി ഞങ്ങൾ കൊണ്ടുവെക്കും. ബോഡി വാങ്ങി ഇവിടെ കൊണ്ടുവെക്കൂന്ന് നടുവയുടെ ബോഡി ഞങ്ങൾ കൊണ്ടുവെക്കും. പിന്നെ ഞങ്ങളുടെ ബോഡി മറവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുലിയെ കൊല്ലില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ബോഡി എവിടെ കൊണ്ടുവരും? അതിന് ഉത്തരവ് ഇവിടെ ഉണ്ടാക്കി തരണം. ഇവിടെ ഉണ്ടാക്കി തരാൻ പറ്റില്ലെങ്കിൽ നേരിട്ട് വന്നിട്ട് ഞങ്ങളുടെ സമാധാനം പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞങ്ങളെ സ്വഭാവം മാറും. എപ്പോഴാണ് മാറുന്നത്, എങ്ങനെയാണ് മാറുന്നത് ഞങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. പറയുന്നത് ഇപ്പൊ കടുവയെ വെടിവെച്ച് കൊല്ലുക തന്നെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും വേണം. കൊല്ലുന്നത് ഞങ്ങൾ എല്ലാവരും ഇത്രയും നാട്ടുകാരുടെ മുന്നിലായിരിക്കണം വെടിവെച്ച് കൊല്ലുന്നത്. വെടിവെച്ച് കൊല്ലണം, അല്ലാതെ ഞങ്ങൾ വിടൂല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനെ പേടിയുണ്ട്. എപ്പോഴും ഞങ്ങൾ ഈ ശ്വാസം വിട്ട് ജീവിക്കാൻ കൊണ്ടുവിടും. ഇവിടുന്ന് പിടിക്കും, ഇനി വേറെ കാട്ടിലേക്ക് കൊണ്ടുവിടും, വേറെ സ്ഥലത്ത് പിടിക്കും, അപ്പുറത്തെ കാട്ടിൽ കൊണ്ടുവിടും. വെടിവെച്ച് കൊല്ലുന്ന ഒരു പരിപാടി ഇവർക്കില്ല. അത് നിർബന്ധമായിട്ട് ചെയ്യണം, നല്ല സമരം അവസാനിക്കുള്ളൂ. വിജയകുമാർ, അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക. ഇവിടെ നിന്ന് ഈ കടുവയെ പിടികൂടുകയാണെങ്കിൽ അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തുറന്നു വിടും. അങ്ങനെയാണെങ്കിൽ അതും ഈ നാട്ടുകാരുടെ ജീവന് ഭീഷണിയാണ്, ആശങ്കയാണ്. ഇതിപ്പോ നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, DFO ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞല്ലോ, ഈ ഘട്ടത്തിൽ കാട്ടിലേക്ക് എല്ലാവരും കൂടി പോയി അത് ആ കാട്ടിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ആ കടുവ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അതിനെ അവിടെ തന്നെ നിലനിർത്തുകയും കൂട്ടിലേക്ക് കൊണ്ടുവരികയോ മയക്കുവെടി വെക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക. അപ്പോൾ അതിന് വേണ്ട സമയം വനംവകുപ്പ് അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ. അതിന് നാട്ടുകാർ, അവിടുത്തെ പ്രതിഷേധിക്കുന്നവർ സ്വാഭാവികമായും വഴങ്ങിയില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. അപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് അവിടേക്ക് എത്താൻ വൈകുന്നത്? അതിലെന്തെങ്കിലും ഒരു വിശദീകരണം ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ?
വിജയകുമാർ, അത്തരത്തിലൊരു വിശദീകരണം നിലവിൽ ലഭ്യമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കളക്ടർ എവിടെ എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. അതിനുശേഷം കളക്ടർ മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കിയത് താൻ ചില ഔദ്യോഗികമായ മീറ്റിംഗിലായിരുന്നു, അതിനാലാണ് തനിക്ക് എത്താൻ കഴിയാതിരുന്നത്. മാത്രമല്ല ഇവിടെ മന്ത്രി ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് കളക്ടർ ഇന്നലെ നൽകിയത്. പക്ഷേ ഇന്നും സമാനമായ രീതിയിലുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുകയാണ്. കാരണം ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ചെയർമാനാണ് കളക്ടർ, സബ് കളക്ടറാണ് ഈ എസ്റ്റേറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അവർക്ക് തങ്ങളുടെ എസ്റ്റേറ്റിന്റെ സമീപത്ത് വെച്ച് ഇത്തരത്തിലൊരു വന്യജീവി ആക്രമണം ഉണ്ടായിട്ട് ഇവിടേക്ക് എത്താൻ കഴിയാതിരുന്നത് എന്ന ചോദ്യമാണ് ഈ നാട്ടുകാർ ചോദിക്കുന്നത്. അവരുടെ ചോദ്യം ന്യായവുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വനം മന്ത്രി എവിടെ എന്നൊരു ചോദ്യം കൂടി ഈ നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. ഏറെ വൈകാരികമായ ഒരു പ്രതികരണമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ശരി അഭിജിത്ത്, സ്വാഭാവികമാണ്, വൈകാരികമായി തന്നെ ആയിരിക്കും അവർ പ്രതികരിക്കുക. അത്ര വലിയ നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അവരുടെ ആശങ്കകളും വലുതാണ്. ആ കടുവ ഇപ്പോഴും ആ പ്രദേശത്ത് തുടരുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും അതിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വനമന്ത്രി എവിടെ, ഈ സ്ഥലത്ത് വനമന്ത്രി എത്താത്തത് എന്തുകൊണ്ടെന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. കളക്ടർ എത്തുന്നില്ല, ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നില്ല. അപ്പോൾ അതിലൊക്കെയുള്ള പ്രതിഷേധമുണ്ട്, അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ നാട്ടുകാർ അവർ പ്രതിഷേധിക്കുക തന്നെയാണ്. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമിച്ചു കൊന്ന രാധയ്ക്ക് നാട് വിട നൽകി. പഞ്ചാരക്കൊല്ലിയിലെ വീട്ടുവളപ്പിൽ 11 മണിയോടെയായിരുന്നു സംസ്കാരം. ഇന്നലെ രാവിലെയാണ് കടുവ പാതി ഭക്ഷിച്ച നിലയിൽ രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ 9 മണിയോടെയാണ് വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രാധയുടെ മൃതദേഹം പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിലെത്തിച്ചത്. രാധയുടെ ഓർക്കാപ്പുറത്തെ വേർപാടിൽ പഞ്ചാരക്കൊല്ലി ഗ്രാമം മൂകമായി. ഭർത്താവ് അച്ചപ്പനെയും മക്കളായ അനീഷയെയും അനിലിനെയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ ബന്ധുക്കളും നാട്ടുകാരും. പതിനൊന്ന് മണിയോടെ പഞ്ചാരക്കൊല്ലിയിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങ്. ഇന്നലെ രാവിലെയാണ് കടുവ പാതി ഭക്ഷിച്ച നിലയിൽ രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീടിന് 300 മീറ്റർ അകലെയായിരുന്നു ആക്രമണം. കാപ്പി പറിക്കാൻ പോയ രാധയെ കൊണ്ടുവിട്ട താൽക്കാലിക വാച്ചറായ ഭർത്താവ് അച്ചപ്പൻ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് ആക്രമണ വിവരം അറിഞ്ഞത്. യൂണിഫോം ധരിച്ച സ്ഥലത്തെത്തിയപ്പോഴാണ് കൊല്ലപ്പെട്ടത് രാധയെന്ന് തിരിച്ചറിഞ്ഞത്. ടീം 24 വയനാട്. നരഭോജി കടുവയുടെ ഭീതിയിലാണ് മാനന്തവാടി പഞ്ചാരക്കൊല്ലി ഗ്രാമം ഇപ്പോഴും. രാധയെ ആക്രമിച്ചു കൊന്ന് കടുവയുടെ ചിത്രം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വയനാട്ടിലേക്ക് എത്തുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. സഹകരിക്കാൻ തയ്യാറാവും. പക്ഷെ ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, കൊന്നിട്ടേ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളെ ഡിപ്പാർട്ട്മെന്റിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലും എല്ലാ സ്ഥലത്തും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇന്നലെ പറഞ്ഞു കടുവേനെ വെടിവെച്ചു കൊല്ലുമെന്ന്, ഇന്നെന്താ പറയുന്നത്? ഇന്ന് അതിന് പറ്റൂല, അനുമതി വേണം, ഉത്തരവ് വേണം. എന്ത് ഉത്തരവ്? എവിടുന്നാണ് ഉത്തരവ്? ഈ മനുഷ്യനെ കൊല്ലാനുള്ള ഉത്തരവൊന്നും വേണ്ട. കടുവയെ ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. കടുവയെ പിടികൂടാനുള്ള ദൗത്യം വൈകുന്നെന്ന് ചൂണ്ടിക്കാട്ടി വനം വകുപ്പിനെതിരെ ദൗത്യസംഘത്തിന്റെ ബേസ് ക്യാമ്പിൽ പ്രതിഷേധം. CCF ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ തടഞ്ഞ നാട്ടുകാർ. എന്ത് സംഭവിച്ചാലും ഇതിനെ ഞങ്ങൾ ഇവരെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. അതാണ് ഞങ്ങളെ തീരുമാനം. വളരെ പാവപ്പെട്ട ആളുകൾക്ക് നാളെ അവരുടെ ജീവന സംരക്ഷണം വേണം. ആ ജീവന സംരക്ഷണം അത് തീരുമാനമാവാതെ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല. ഇവിടെ നിന്നുള്ള CCFO DFO അടക്കമുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ ഈ ഗേറ്റ് കടത്തി പുറത്തേക്ക് വിടും. കടുവ പഞ്ചാരക്കൊല്ലിയിൽ വനം വകുപ്പിന്റെ പരിധിയിൽ തന്നെയെന്ന വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 40ഓളം ക്യാമറകൾ പ്രദേശത്ത് സ്ഥാപിച്ചു. ലൈവ് സ്ട്രീം ക്യാമറകളും സ്ഥാപിക്കും. പട്രോളിങ്ങിനായി കൂടുതൽ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ക്യാമറയിൽ പതിഞ്ഞ കടുവയുടെ ചിത്രം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. നിലവിലിപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഈ പ്രദേശങ്ങളിലായിട്ട് തന്നെ കാടിനകത്തായിട്ട് സാന്നിധ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ക്യാമറ ട്രാപ്പ് ഇമേജസ് ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇമേജസ് എല്ലാം പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താമസിയാതെ നമുക്ക് അതിൻ്റെ ID കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വയനാട്ടിലേക്ക് എത്തുമെന്ന വനം മന്ത്രി എ കെ ശശീന്ദ്രൻ.
നാളെ വയനാട്ടിൽ പോകും. വയനാട്ടിൽ പോയാൽ തീർച്ചയായും അത് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി ഉചിതമായി എന്തെല്ലാമാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യും. ഫോറസ്റ്റ് ഇൻ്റലിജൻസിനെ ശക്തിപ്പെടുത്തി ഇത്തരം കാര്യങ്ങളിൽ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മാനന്തവാടി നഗരസഭയിൽ UDFും SDPIയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെ പുൽപ്പള്ളി ചേകാടിക്കടുത്തും കടുവയെ കണ്ടതോടെ ജനം ആശങ്കയിലാണ്. വനപാതയോട് ചേർന്ന് റോഡിൽ നിന്ന് കാട്ടിലേക്ക് പോകുന്ന കടുവയുടെ ദൃശ്യം പുറത്തുവന്നു. ഒരു നാടാകെ കടുവാ ഭീതിയിലാണ്. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മതിയായ കാരണമുണ്ട്. സ്വസ്ഥമായി ഉറങ്ങാൻ ഇനി എന്നു സാധിക്കുമെന്നാണ് പഞ്ചാരക്കൊല്ലി നിവാസികൾ ചോദിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ വനം വകുപ്പിന്റെ കൂട്ടിൽ പുലി കുടുങ്ങി. പ്രദേശത്ത് ആടുമേയ്ക്കാൻ പോയ സ്ത്രീ പുലിയെ കണ്ട് ഓടുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പുലിയുടെ ആരോഗ്യസ്ഥിതി വെറ്റിനറി ഡോക്ടേഴ്സ് പരിശോധിക്കും. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. കോഴിക്കോട്ട് വന്ന അതിനു മുമ്പ് ചില പ്രതികരണങ്ങൾ. ഒരു കൂട് വെച്ചിരിക്കുന്നത്. ആ കൂട്ടിൽ ഇന്ന് രാവിലെ നമ്മൾ പരിശോധനയ്ക്ക് വന്നപ്പോഴാണ് കാണുന്നത്. ഇന്നലെ രാത്രിയിൽ ആയിരിക്കും കുടുങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും ഇതിനെ പ്രദേശത്തു നിന്ന് മാറ്റി ഏതെങ്കിലും വനത്തിലെന്തായാലും ഇടുന്നില്ല, ഏതെങ്കിലും സൂവിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. രാഹുൽ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഈ പുലിയെ എവിടെയാണ് ഇനിയും തുറന്നു വിടുക? നേരത്തെ ഇപ്പോൾ വയനാട്ടിലെയൊക്കെ വലിയ പ്രശ്നം അത് തന്നെയാണല്ലോ. ഈ വന്യമൃഗങ്ങളെ ഒരു സ്ഥലത്തു നിന്ന് പിടിക്കുന്നു, വേറൊരു സ്ഥലത്ത് തുറന്നു വിടുന്നു, അത് വീണ്ടും അവിടേക്ക് തന്നെ വരുന്നു. നാട്ടുകാരുടെ സ്വൈര ജീവിതത്തിന് അത് തടസ്സമാകുന്നു. അപ്പോൾ ഇവിടെയും അത്തരം പ്രശ്നങ്ങളുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇത് ജനവാസ മേഖലയിൽ സ്ഥാപിച്ച കൂട്ടിൽ തന്നെയാണ് ഈ പുലി കുടുങ്ങിയത്, അല്ലേ? വിജയകുമാർ, കൂടരഞ്ഞി പഞ്ചായത്ത് നിവാസികളെ ആകെ ഭീതിയിലാഴ്ത്തിയ പുലി ഒടുവിൽ കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. 3 ആഴ്ച മുമ്പാണ് ജനവാസ മേഖലയിൽ തന്നെ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. അതിന് കാരണം ഈ പ്രദേശത്ത് ആടിനെ മേയാൻ പോയ ഒരു സ്ത്രീ പുലിയെ കണ്ട് ഓടുകയും വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ വനം വകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. പക്ഷേ ഇരയെ ഈ കൂട്ടിൽ വെച്ചിരുന്നില്ല. പ്രതിഷേധങ്ങൾക്കൊടുവിൽ 2 ആഴ്ച മുമ്പാണ് കൂട്ടിനുള്ളിൽ ഒരു ഇരയെ വെച്ചത്. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുലി കുടുങ്ങുന്നത്. ഇന്ന് രാവിലെയാണ് വനം വകുപ്പ് സംഘം ഇത് അറിയുന്നത്. നാട്ടുകാരാണ് വനം വകുപ്പിനെ അറിയിച്ചത്. തുടർന്നിപ്പോൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടക്കുകയാണ്. പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ പുലിയെ പ്രദേശത്ത് നിന്ന് മാറ്റുക. കോഴിക്കോട് DFOയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന അനുസരിച്ച് വെറ്റിനറി സർജന്മാർ ഈ പുലിയെ പരിശോധിക്കും. ആരോഗ്യനില ശരിയാണെങ്കിൽ മാത്രമാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ വനത്തിനുള്ളിൽ തുറന്നുവിടും, അല്ലെങ്കിൽ ഏതെങ്കിലും സൂ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നാട്ടുകാർക്ക് ഏതാണ്ട് ഒരു ആശ്വാസം തന്നെയാണ്. കഴിഞ്ഞ കുറേ കാലമായി വലിയ ഭീതിയിലായിരുന്നു നാട്ടുകാരെല്ലാം തന്നെ. അതിനൊരു അവസാനം താൽക്കാലികമായി എങ്കിലും വന്നിരിക്കുന്നു. ഉടൻ തന്നെ ഈ പ്രദേശത്ത് നിന്നും ഈ പുലിയെ മാറ്റുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 3 വയസ്സുള്ള ആൺപുലിയാണ് കുടുങ്ങിയിരിക്കുന്ന വിവരം കൂടി ഫോറസ്റ്റ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, കോഴിക്കോട് കൂടരഞ്ഞിയിലെ ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം. അത് ആ പുലി ഒടുവിൽ കൂട്ടിൽ കുടുങ്ങി. പ്രദേശത്ത് ആടുമേയ്ക്കാൻ പോയ സ്ത്രീ നേരത്തെ ഈ പുലിയെ കണ്ടോടുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. ജനവാസ മേഖലയിൽ സ്ഥാപിച്ച ഒരു കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. അപ്പോൾ അവിടെ തന്നെ അത് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്നു എന്ന നാട്ടുകാരുടെ വാദം അത് ശരിവെക്കുക കൂടി ചെയ്യുന്നുണ്ട്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പലയിടത്തും വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടി ജനം. വയനാട് അതിർത്തിയായ തമിഴ്നാട് നീലഗിരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. പാലക്കാട് വാളയാറിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന കർഷകനെ ആക്രമിച്ചു. കൊല്ലം പത്തനാപുരത്തും പാലക്കാട് പട്ടാമ്പിയിലും പുലി ഇറങ്ങി. ഇന്നലെ അർദ്ധരാത്രിയാണ് നീലഗിരിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേവർഷോല മരമ്പിലാവ് സ്വദേശി ജംഷീദാണ് മരിച്ചത്. മൃതദേഹം ഗൂഡല്ലൂർ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. രാത്രിയിൽ ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയ ജംഷീദിനെ ആന ആക്രമിക്കുകയായിരുന്നു. വീടിന് വെളിയിൽ ആനൻ്റെ ഒരു ചെറിയൊരു ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പം ആന ആക്രമിച്ച് മരിക്കുകയുണ്ടായി. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു വർഷത്തിൻ്റെ ഇടയിലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഗൂഡല്ലൂർ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളീസുകൾ തിങ്ങി പറക്കുന്ന ഒരു ഏരിയയാണ്. പാലക്കാട് വാദ്യാർച്ചള്ള സ്വദേശി വിജയനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പുലർച്ചെ 4 മണിയോടെ കൃഷിയിടത്തിലെത്തിയ ആനയെ ഓടിക്കുന്നതിനിടെയായിരുന്നു സംഭവം. പരിക്കേറ്റ വിജയനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനയെ ഓടിക്കുന്നതിനിടെ തുമ്പിക്കൈ കൊണ്ട് വിജയനെ അടിക്കുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ വിജയന്റെ ഇടുപ്പിനും കാലിനും പരിക്കേറ്റു. ഇപ്പം 4 മണിക്ക് ഞാനും മാനും കൂടിയിട്ട് അവിടെ ഇരുന്നു. പിന്നെ നോക്കുമ്പോൾ ബാറ്ററി അടിച്ച് നോക്കുമ്പോൾ 3 ആന നിൽക്കുന്നുണ്ട്. 3 ആന അവിടെ നിന്ന് വന്ന് ആട്ടി വിട്ട് പോയത് ഇതവിടെ നിന്നിട്ട് മുടിക്കിയിട്ട് ആന തിരിഞ്ഞു വന്ന് മുടിക്കിയതാണ്. കൂട്ടമാണ്.
ഇതുവരെയ്ക്ക് കൂട്ടും. പിന്നെ അവസാനം നാം നോക്കുന്ന 4 മണിക്ക് 3 എണ്ണം. പത്തനാപുരം കിഴക്കേ ഭാഗത്താണ് പുലി ഇറങ്ങിയത്. പ്രദേശവാസിയായ സണ്ണിയുടെ വീടിന്റെ സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ കൂടി പുലി വളർത്തുനായയെ ഓടിച്ചുകൊണ്ടുപോയെന്നാണ് നാട്ടുകാർ വനം വകുപ്പിനെ അറിയിച്ചത്. വനം വകുപ്പ് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച് പരിശോധന നടത്തുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. പാലക്കാട് പട്ടാമ്പി കാരക്കാട് പാറപ്പുറത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. റോഡിലൂടെ നടന്നു പോകുന്ന പുലി എന്ന രീതിയിലാണ് CCTV ദൃശ്യം പ്രചരിച്ചത്. ഫോറസ്റ്റ് വിഭാഗം, ഒറ്റപ്പാലം റേഞ്ച് ഓഫീസറും പട്ടാമ്പി സെഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ കാട്ടുപൂച്ചയാകാനാണ് സാധ്യതയെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. ന്യൂസ് ഡെസ്ക് 24. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന UDFന്റെ മലയോര സമരപ്രചാരണ യാത്രയ്ക്ക് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. ഇരിക്കൂർ മണ്ഡലത്തിലെ കരുവഞ്ചാലിൽ KC വേണുഗോപാൽ MP യാത്ര ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 5 വരെ വിവിധ ജില്ലകളിലെ 20 കേന്ദ്രങ്ങളിലാണ് പര്യടനം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും സംരക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം കാണുക, ബഫർ സോൺ പ്രശ്നത്തിൽ കേന്ദ്ര ഇടപെടൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UDF മലയോര സമരയാത്ര സംഘടിപ്പിക്കുന്നത്. വനനിയമ ഭേദഗതി നീക്കത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു UDF യാത്ര നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സർക്കാർ പിന്മാറ്റം യാത്ര തുടങ്ങും മുൻപേയുള്ള നേട്ടമായി UDF അവകാശപ്പെടുന്നു. ആവർത്തിക്കുന്ന വന്യമൃഗാക്രമണ പ്രശ്നങ്ങളെ ഗൗരവമായി സമീപിക്കുന്നുവെന്ന സന്ദേശം നൽകുന്നതിനൊപ്പം വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും UDF ലക്ഷ്യമിടുന്നു. കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കിടയിൽ 60,000-ഓളം വന്യജീവി ആക്രമണങ്ങളാണ് ഉണ്ടായത്. കേന്ദ്ര ഗവൺമെൻറ്റും വൈൽഡ് ലൈഫ് ആക്റ്റിൽ ഭേദഗതി വരുത്തണം. ഞങ്ങൾ ഈ ജാഥ അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ തയ്യാറാണ്. ഗവൺമെൻറ്റുകൾ അതിന് പരിഹാരം ഉണ്ടാക്കണം. മലയോര മേഖലകളിലെ UDF അനുകൂല ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളലുണ്ടാകുന്നുവെന്ന തിരിച്ചറിവും സമരയാത്രയ്ക്ക് പ്രേരകമായി. യാത്ര നിലമ്പൂരിലെത്തുമ്പോൾ UDF പ്രവേശന മോഹവുമായി കാത്തിരിക്കുന്ന PV അൻവറിനെ നേതൃത്വം എങ്ങനെ സമീപിക്കുമെന്നതും രാഷ്ട്രീയ കൗതുകം. 24 കണ്ണൂർ. KPCC അധ്യക്ഷ സ്ഥാനത്ത് K സുധാകരന് പകരക്കാരനെ നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസിൽ പ്രതിസന്ധി. കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഏകാഭിപ്രായമില്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ തള്ളുകയാണ് നേതാക്കൾ. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളെ നേരിൽ കണ്ടെങ്കിലും നേതൃമാറ്റത്തിൽ സമവായമായില്ല. K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് പറയുന്ന നേതാക്കൾക്കും പകരം നിർദ്ദേശിക്കാൻ പേരുകളില്ല. കേരള നേതാക്കൾ പലതട്ടിൽ തുടരുന്നതാണ് ഹൈക്കമാൻഡിനെയും പ്രതിസന്ധിയിലാക്കിയത്. നേതാക്കൾക്കിടയിൽ സമവായത്തിലെത്തിയ ശേഷം മാത്രം പുനഃസംഘടന എന്നതാണ് ഒടുവിലെ തീരുമാനം. സംസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകളിൽ K സുധാകരൻ അതൃപ്തി അറിയിച്ചതും കാരണമായി. സംസ്ഥാനത്തെ പ്രതിസന്ധിയിൽ KC വേണുഗോപാൽ ഇടപെടുന്നില്ലെന്ന് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ അറിയിച്ചു. KC വേണുഗോപാലിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും ആവശ്യം. ചർച്ചകളെല്ലാം മാധ്യമ സൃഷ്ടി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അതൊന്നും ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതൊക്കെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരച്ചേർച്ചയില്ല. ഞങ്ങൾ ഇത് രണ്ടുപേരും കൂടി കണ്ടിരുന്ന് ചിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നേതാക്കൾ അനാവശ്യ ചർച്ചകൾ നിർത്തണമെന്ന് രമേശ് ചെന്നിത്തല. KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചോ പാർട്ടി ഘടനയെ സംബന്ധിച്ചോ ഉള്ള തീരുമാനങ്ങൾക്ക് അന്തിമ തീരുമാനം പാർട്ടി ഹൈക്കമാൻഡിൻ്റെതാണ്. വെറുതെ ആവശ്യമില്ലാത്ത വാർത്തകൾ വന്ന് പാർട്ടി പ്രവർത്തകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും പാർട്ടി വിശ്വാസികളുടെ പ്രയാസം ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. UDFന്റെ മലയോര പ്രചരണ ജാഥയ്ക്ക് ശേഷം നേതൃമാറ്റത്തിൽ സജീവ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് ഹൈക്കമാൻഡ്. 24 തിരുവനന്തപുരം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റുന്നതിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് K മുരളീധരൻ. KPCC സെക്രട്ടറിമാരെ നിയമിക്കണമെന്നുള്ള അഭിപ്രായം മാത്രമാണ് പാർട്ടിയിലുള്ളത്. ഹൈക്കമാൻഡിന് അതൃപ്തി എന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും K മുരളീധരൻ 24നോട് പറഞ്ഞു. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. പ്രസിഡന്റിനെ മാറ്റുന്ന ഒരു നിർദ്ദേശവും ആരുടെയും മുമ്പിലില്ല. മാത്രമല്ല, ഞങ്ങളാകെപ്പാടെ ചർച്ച ചെയ്തത് KPCCയിൽ കുറച്ച് സെക്രട്ടറിമാരെ വയ്ക്കാനുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡിന് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയും. ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇലക്ഷൻ ജയിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് KPCC അന്വേഷണ സമിതി. NM വിജയന്റെ കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതകളും പാർട്ടി ഏറ്റെടുക്കണമെന്നാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം. കേസിൽ പ്രതിയായ IC ബാലകൃഷ്ണൻ MLA അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതി കഴിഞ്ഞ ദിവസമാണ് KPCC നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയത്. NM വിജയന്റെ കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതകളും പാർട്ടി ഏറ്റെടുക്കണം. കുടുംബത്തെ ചേർത്തു നിർത്തി സംരക്ഷിക്കണം. സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ
പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ KPCC നിരീക്ഷണം കർശനമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. NM വിജയന്റെ മരണത്തിൽ വയനാട്ടിലെ പാർട്ടി നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ പരാമർശമുള്ളതായാണ് സൂചന. എന്നാൽ ഇതു സംബന്ധിച്ച വിവരങ്ങൾ നേതൃത്വം സ്ഥിരീകരിക്കുന്നില്ല. റിപ്പോർട്ട് വിശദമായി പഠിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം. NM വിജയന്റെ ആത്മഹത്യാ കേസിൽ ഒന്നാം പ്രതിയായ IC ബാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. 2 ദിവസം ചോദ്യം ചെയ്തതിനു ശേഷമാണ് പോലീസ് നടപടി. കേസിൽ MLAക്ക് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. AV ജയശങ്കർ, 24, തിരുവനന്തപുരം. ബ്രൂവറി വിഷയത്തിൽ നിലപാട് മാറ്റി വാട്ടർ അതോറിറ്റി. മദ്യക്കമ്പനിക്ക് വെള്ളം നൽകിയാൽ മറ്റു കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ല എന്നാണ് പുതിയ വാദം. കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിന്റെ ഒരു ഭാഗം ഒയാസിസിനും നൽകാനാകുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. അതേസമയം പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പദ്ധതി പ്രദേശം സന്ദർശിക്കും. മദ്യനിർമ്മാണശാലയ്ക്ക് നൽകാൻ വെള്ളമില്ലെന്നായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ആദ്യ നിലപാട്. മദ്യക്കമ്പനിക്ക് വെള്ളം നൽകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നാണ് ഇന്നലെ വിവരാവകാശ നിയമപ്രകാരം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ മറുപടി. സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങിയാകും വാട്ടർ അതോറിറ്റിയുടെ മലക്കം മറച്ചിലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതിൽ കൃത്യമായ വാട്ടർ അതോറിറ്റി സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ വാട്ടർ അതോറിറ്റി എനിക്ക് തരുന്ന ജലത്തിന് മീറ്റർ റീഡിംഗ് അടിസ്ഥാനമാക്കിയാണ് പണം ഈടാക്കുന്നത്. എന്നാൽ ഇറിഗേഷൻ വകുപ്പിന്റെ കയ്യിൽ നിന്നും വാട്ടർ അതോറിറ്റി വാങ്ങുന്നു എന്ന് പറയുന്ന ഈ 96 MLD ജലം എങ്ങനെ അളന്നെടുക്കുന്നു എന്നത് സുപ്രധാനമാണ്. വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് CPI എക്സിക്യൂട്ടീവ് യോഗം ചേരും. മുന്നണിക്കകത്ത് നിന്ന് ആദ്യം വിഷയത്തിൽ എതിർപ്പറിയിച്ചത് CPI പ്രാദേശിക ഘടകമാണ്. ബ്രൂവറി വിഷയം ആദ്യം ഉന്നയിച്ച രമേശ് ചെന്നിത്തല ഇന്ന് പദ്ധതി പ്രദേശം സന്ദർശിക്കും. യൂത്ത് കോൺഗ്രസിന്റെയും BJPയുടെയും സമരപരിപാടികൾ വരും ദിവസങ്ങളിൽ നടക്കും. 24 പാലക്കാട്. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ US സുപ്രീം കോടതിയുടെ അനുമതി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് ഈ നീക്കം. ആരാണ് തഹാവൂർ റാണ? എന്തായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിൽ റാണയുടെ പങ്ക്? നോക്കാം. 166 പേരുടെ മരണത്തിനിടയാക്കിയ 2008 മുംബൈ ഭീകരാക്രമണത്തിൽ മുഖ്യ പങ്കുകാരനാണ് തഹാവൂർ റാണ. സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന ദാവൂദ് ഗീലാനിയുമായി അടുത്ത ബന്ധമുള്ളയാളായിരുന്നു റാണ. 64-കാരനായ റാണ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി ലോസ് ഏഞ്ചലസിലെ ജയിലിലാണ്. 2019 റാണയെ കൈമാറാൻ ഇന്ത്യ അമേരിക്കയ്ക്ക് അപേക്ഷ സമർപ്പിച്ചത്. നിരന്തരമായുണ്ടായ നിയമയുദ്ധത്തിനൊടുവിലാണ് റാണയെ കൈമാറാൻ അമേരിക്കൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. വർഷങ്ങളോളം പാകിസ്ഥാൻ സൈന്യത്തിൽ ഡോക്ടറായിരുന്നു റാണ. 1997 കാനഡയിലെത്തിയത്. 2009 ഡാനിഷ് പത്രത്തിന്റെ ഓഫീസുകൾക്ക് നേരെ ആക്രമണത്തിന് പദ്ധതിയിടുന്നതിനിടെയാണ് റാണയും സുഹൃത്തുമായിരുന്ന ഹെഡ്ലിയും US പോലീസിന്റെ പിടിയിലായത്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് മുംബൈ ഭീകരാക്രമണത്തിൽ റാണയുടെ പങ്ക് വെളിവാകുന്നത്. അടിക്കടി ഇന്ത്യ സന്ദർശിക്കാറുള്ള റാണ ആക്രമണത്തിന് മുൻപ് താജ് ഹോട്ടലിൽ താമസിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലേക്ക് കടക്കാൻ ഡേവിഡ് ഹെഡ്ലി മറയാക്കിയത് റാണയുടെ ഇമിഗ്രേഷൻ ഏജൻസിയെയാണ്. തനിക്കൊന്നും അറിയില്ലായിരുന്നുവെന്നും ബാല്യകാല സുഹൃത്തായ ഹെഡ്ലി തന്നെ കബളിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് റാണ അവകാശപ്പെട്ടത്. വിചാരണ സമയത്ത് റാണയുടെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ അമേരിക്കൻ ഏജൻസികൾ സമർപ്പിച്ചിരുന്നു. പാക് ചാരസംഘടനയായ ISI വഴി ലഷ്കർ-ഇ-തയ്യബയ്ക്ക് റാണ സഹായം നൽകിയതായി സമർത്ഥിക്കാൻ അന്വേഷകർക്ക് കഴിഞ്ഞു. ഗൂഢാലോചന കേസിൽ 14 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുകയാണ് തഹാവൂർ റാണ ഇപ്പോൾ. റിസർച്ച് ഡെസ്ക് 24. 76-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി ഒരുങ്ങി രാജ്യം. അതിർത്തിയും തന്ത്രപ്രധാന മേഖലകളും കനത്ത സുരക്ഷയിലാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പറഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ഡൽഹി. 70 കമ്പനി അർദ്ധസൈനികരെയും 15,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ചെങ്കോട്ടയിലും പരിസരങ്ങളിലുമായി വിന്യസിച്ചിരിക്കുന്നത്. അതിർത്തിയിലും തന്ത്രപ്രധാന മേഖലകളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഘോഷങ്ങളുടെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയാണ് മുഖ്യാതിഥി. Indonesia considers India a very great friend. India was one of the first country, maybe the first country to recognize our independence, to support us in our struggle for independence. We will never forget
what India did to help us. രാവിലെ 9:30 ആഘോഷ പരിപാടികൾ ആരംഭിക്കും. റൈസാന ഹിൽസിൽ നിന്ന് പരേഡ് ആരംഭിക്കും. കർത്തവ്യ പഥ് വഴി ചെങ്കോട്ടയിലേക്കാണ് പരേഡ്. ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡ് കാണാനെത്തുന്നവർക്കായി നാളെ പുലർച്ചെ 3 മണി മുതൽ ഡൽഹി മെട്രോ സർവീസ് നടത്തും. വിപുലമായ ആഘോഷങ്ങൾ, കനത്ത സുരക്ഷാ ക്രമീകരണം, സുവർണ ഇന്ത്യ, വികസനവും പൈതൃകവും എന്ന പ്രമേയത്തിന്മേലാണ് ഇക്കുറി ആഘോഷങ്ങൾ. ഡൽഹിയിലെ കർത്തവ്യ പഥിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത VG 24. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കായി രാജ്യം ഒരുങ്ങുന്നതിനിടെ ജമ്മു കാശ്മീരിൽ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം. കത്വയിലെ ഭട്ടോടി മേഖലയിലെ സൈനിക ക്യാമ്പിന് നേരെ ഭീകരർ വെടിയുതിർത്തു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു വെടിവെപ്പ് ഉണ്ടായത്. പ്രദേശത്ത് 3 ഭീകരരെത്തി എന്നാണ് സൂചന. ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ജമ്മു കാശ്മീരിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. ADGP P. വിജയനാണ് വിശിഷ്ട സേവാ മെഡൽ. അഗ്നിരക്ഷാ വിഭാഗത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദനൻ നായരും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ പിള്ളയും മെഡലിന് അർഹരായി. സ്തുത്യർഹ സേവനത്തിന് പോലീസ് സേനയിലെ 10 പേർക്കും അഗ്നിരക്ഷാ സേനയിൽ 5 പേർക്കും ജയിൽ വകുപ്പിൽ 5 പേർക്കും രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചു. ജോലിയിലെ കൃത്യതയും അർപ്പണ മനോഭാവത്തിന്റെയും അംഗീകാരമാണ് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിൽ അസമിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. സോണിത്പൂരിൽ കാട്ടിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, ഇതാരാണ് അവിടെ സ്ഥാപിച്ചത്? ഇവരുടെ ലക്ഷ്യം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തലായിരുന്നോ? വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, രാജ്യം റിപ്പബ്ലിക് ദിന ആഘോഷിക്കാനിരിക്കെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും തുടരുകയാണ്. ഈ പരിശോധനകൾക്കിടയിലാണ് ഇപ്പോൾ അസമിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. സേനയ്ക്ക് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വനമേഖല കേന്ദ്രീകരിച്ച പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് സോണിത്പൂർ ജില്ലയിലെ കാട്ടിൽ കുഴിച്ചിട്ട നിലയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. 36 ഗ്രനേഡ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഒരു പോളിത്തീൻ കവറിൽ ആക്കി കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. വിജയകുമാർ, 36 ഗ്രനേഡ് ഉൾപ്പെടെ സ്ഫോടക വസ്തുക്കൾ ഒരു പോളിത്തീൻ കവറിലാക്കി കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ അത് കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പരിശോധന തുടരുകയാണ്. അസമിൽ നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വന്നത്. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരത്തിൽ ഉറച്ച് റേഷൻ വ്യാപാരികൾ. വേതന പാക്കേജ് എന്നും നടപ്പാക്കുമെന്ന് പറയാതെ പിന്നോട്ടില്ല എന്ന് റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ G. സ്റ്റീഫൻ MLA പറഞ്ഞു. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും ആവശ്യപ്പെട്ടു. റേഷൻ സമരം നടത്തുന്ന വ്യാപാരികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. വേതന പാക്കേജ് ഉടൻ നടപ്പാക്കണമെന്നാണ് റേഷൻ വ്യാപാരികളുടെ പ്രധാന ആവശ്യം. സമവായത്തിനായി മന്ത്രിതലത്തിൽ നടത്തിയ 2 ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ആവശ്യങ്ങളെ അവഗണിക്കുന്നുവെന്ന് റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ G. സ്റ്റീഫൻ MLA. സമരസമിതി നേരത്തെ എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്താൻ സാഹചര്യം കാണുന്നില്ല. എപ്പോഴത്തേക്കും ഈ റേഷൻ വ്യാപാരികൾക്ക് അതിന്റെ ഗുണം കിട്ടത്തക്ക നിലയിൽ ഒരു തീരുമാനമാകും എന്നുള്ളത് ചോദിച്ചപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഉറപ്പ് വരാത്ത സാഹചര്യത്തിൽ ഇനി മുമ്പോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരസ്പരം ആലോചിക്കും. സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് ധനമന്ത്രി KN ബാലഗോപാലും ഭക്ഷ്യമന്ത്രി GR അനിലും ആവശ്യപ്പെട്ടു. റേഷൻ വ്യാപാരികൾ അങ്ങനെ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവാതെ ഒരു പുനരാലോചന നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദീർഘകാലമായി ഉന്നയിക്കുന്ന പല കാര്യങ്ങളിലും ചർച്ച ചെയ്തു. എല്ലാ കാര്യവും ഒരേപോലെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് അവരോട് വളരെ അനുഭാവപൂർവമായ നിലപാട് തന്നെയാണുള്ളത്. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു സമരത്തിലേക്ക് പോകരുത് എന്നതാണ് ഗവൺമെൻറ് കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. ഭക്ഷണം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്താൻ പാടില്ല. വാതിൽപ്പടി സേവന കരാറുകാരുടെ സമരം കാരണം കടകളിൽ ആവശ്യത്തിന് സാധനങ്ങളില്ലെന്ന് വ്യാപാരികളും പറയുന്നു. നിലവിൽ ആവശ്യത്തിന് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മഞ്ഞ കാർഡിനും പിങ്ക് കാർഡിനും കൊടുക്കാനുള്ള സാധനങ്ങളില്ല. അതേ സ്ഥാനത്ത് വെള്ളക്കാർഡിനും നീലക്കാർഡിനും കൊടുക്കാനുള്ള സാധനങ്ങൾ നിലവിൽ ഉണ്ട്.
അത് ഞങ്ങൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് എടുത്തിട്ടത് കൊണ്ടാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് 27-ാം തീയതി തിങ്കളാഴ്ച കേരളത്തിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചുകൊണ്ട് സമരം ചെയ്യുകയാണ്. റേഷൻ കടകളിലെ 70% ഭക്ഷ്യധാന്യങ്ങളും ഇതിനോടകം തീർന്നു കഴിഞ്ഞു. തിങ്കളാഴ്ച മുതൽ സമരം കൂടി ആരംഭിക്കുന്നതോടെ പൊതുജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നത് പരിഗണിക്കുന്നത് സംബന്ധിച്ച് സമിതിയുടെ റിപ്പോർട്ട് വൈകുന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിവരങ്ങൾ വ്യക്തമാക്കാത്തതുകൊണ്ടാണ്. ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ പഴയ നിലപാട് തന്നെ. ആവശ്യമായ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും ധനമന്ത്രി 24നോട് പറഞ്ഞു. സർക്കാർ ജീവനക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ മാന്യമായ പെൻഷൻ ലഭിക്കണം. അതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഒരു അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ട് ഈ പുതുതായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്ന കാര്യം അടക്കം എടുത്ത് അഷ്വേർഡ് പെൻഷനിലേക്ക് എത്താൻ പറ്റുന്നതിന് നിയമപരമായ ഒരു പരിരക്ഷ വേണം. ഇതിനകത്ത് വെറുതെ ഒരു പ്രസംഗം നടത്തി അങ്ങ് പോകാൻ പറ്റുന്നതല്ല. കാര്യങ്ങൾ അത് നടക്കണം. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളാണ് നോക്കുന്നത്. ആ കാര്യത്തിലേക്ക് അഷ്വേർഡ് പെൻഷൻ എന്നുള്ള കാര്യത്തിനകത്ത് ഞങ്ങൾ വിട്ടുവീഴ്ചയില്ല. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ധനമന്ത്രി ഉൾപ്പെടെയുള്ള സമിതി യോഗം ചേർന്നിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിവരങ്ങൾ ഇക്കാര്യത്തിൽ പ്രധാനമാണ്. അതിനായി കാക്കുകയാണെന്നും KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ കുറേ കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അവർ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തും, ചില ശതമാനം കൂട്ടുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കും കാര്യങ്ങളില്ല. ഞങ്ങൾ അവിടെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. രാജസ്ഥാനും പഞ്ചാബും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒരിടത്തും പ്രായോഗിക തലത്തിൽ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതൊരു സങ്കീർണമായ ഒരു സ്ഥിതിയിലാണ് കിടക്കുന്നത്. ഞങ്ങൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ട് ഈ കാര്യത്തിനകത്ത് ഒരു കാൽക്കുലേഷൻ നടത്തി കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ആഗ്രഹിക്കുന്നത്, ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഒരൊറ്റ സംസ്ഥാനവും റിവേഴ്സ് ചെയ്തിട്ടില്ല. പ്രാക്ടിക്കലി നടക്കുന്നില്ല. സർക്കാർ ജീവനക്കാരുടെ പുതിയ ശമ്പള പരിഷ്കരണത്തിലുള്ള സമയമായിട്ടും കമ്മീഷൻ നിയോഗിക്കാത്തതിനെ പറ്റിയുള്ള ചോദ്യത്തിന് ഇതാണ് ധനമന്ത്രിയുടെ പ്രതികരണം. ശമ്പള പരിഷ്കരണം സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും ഇതുവരെ മുൻപുള്ളതിനേക്കാളും വ്യത്യസ്തമായൊരു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമീപനത്തിൽ മാറ്റമില്ല. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കളക്റ്റീവായിട്ട് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഭീഷണിപ്പെടുത്തി മുൻ പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥനിൽ നിന്ന് 45 ലക്ഷം രൂപ തട്ടിയെടുത്തു. കുഴിക്കാല സ്വദേശി K തോമസിൽ നിന്നാണ് പണം തട്ടിയെടുത്തത്. മകന്റെ പ്രൊഫൈൽ ഫോട്ടോയുള്ള നമ്പറിൽ നിന്നാണ് തോമസിന് സൈബർ തട്ടിപ്പുകാരുടെ കോളെത്തിയത്. സൈബർ ക്രൈംസ് അതിനകത്തു നിന്നാണെന്ന് പറഞ്ഞാൽ വിളിച്ചത്. 10 ലക്ഷം ഇങ്ങോട്ട് പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു 35 ലക്ഷം കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. പത്തനംതിട്ട കുഴിക്കാല സ്വദേശിയും പ്രതിരോധ വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥനുമായ K തോമസാണ് ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയായത്. മകന്റെ പ്രൊഫൈൽ ചിത്രമുള്ള നമ്പറിൽ നിന്നാണ് ആദ്യം ഫോൺ കോൾ എത്തുന്നത്. മകന്റെ പ്രൊഫൈൽ ചിത്രമായതിനാൽ ഫോൺ എടുത്തു. ആദ്യഘട്ടത്തിൽ സംഘം പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. അക്കൗണ്ടിലുള്ള പണത്തിന്റെ വിവരങ്ങളടക്കം തേടി. മകനെ പരിചയമുണ്ടെന്നടക്കം വിശ്വസിപ്പിച്ചു. 2ാം ഘട്ടത്തിലാണ് തട്ടിപ്പ്. ഫോൺ കോൾ വീഡിയോ കോളായി മാറി. അനധികൃത പണമെന്ന സംശയം പറഞ്ഞു. പണം പരിശോധിക്കണമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണമെന്നും സംഘം അറിയിച്ചു. പരിശോധനയ്ക്ക് ശേഷം പണം തിരികെ നൽകാമെന്നും അറിയിച്ചു. വീഡിയോ കോളിൻ്റെ അകത്ത് ഒരുത്തം പോലീസ് അരിഷ്ടത്തിൽ വന്നു. മറ്റുള്ളവരെല്ലാം എനിക്ക് ഫേസ് കാണത്തില്ലായിരുന്നു. അവരുടെ ഫേസിൻ്റെ അവിടെ എൻ്റെ മോൻ്റെ ഫോട്ടോയാണ് വരുന്നത്. വീഡിയോ കോളിൽ വന്ന സംഘത്തിൽ ഒരാൾ പോലീസ് വേഷത്തിലായിരുന്നു. ആദ്യഘട്ടത്തിൽ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. ശേഷം കഴിഞ്ഞ 23-ന് 35 ലക്ഷവും. കയ്യിലുള്ള ഓഹരികൾ വിൽക്കാൻ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് തട്ടിപ്പാണെന്ന സംശയം തോന്നിയത്. അപ്പോഴേക്കും സൈബർ തട്ടിപ്പ് സംഘം മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്ത് മുങ്ങിയിരുന്നു. വിവരങ്ങൾ കാണിച്ച് പത്തനംതിട്ട SP-ക്കും സൈബർ സെല്ലിനും തോമസ് പരാതി നൽകിയിട്ടുണ്ട്. ശ്രീജിത്ത് സുകുമാരൻ, 24 പത്തനംതിട്ട. കലഞ്ഞൂരിൽ മദ്യലഹരിയിൽ യുവാവ് സുഹൃത്തിനെ മർദ്ദിച്ചു കൊന്നു. കലഞ്ഞൂർ ഒന്നാംകുറ്റി സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. പ്രതി ശിവപ്രസാദിനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. കൊല്ലപ്പെട്ട മനുവും പ്രതി ശിവപ്രസാദും ഉറ്റ സുഹൃത്തുക്കളാണ്. രാത്രിയിൽ ഒരുമിച്ചിരുന്ന് ഇരുവരും മദ്യപിച്ചു. ഇരുവരും തമ്മിലുണ്ടായ ചെറിയ തർക്കം സംഘർഷത്തിലേക്ക് വഴിമാറി. മനു ശിവപ്രസാദിന്റെ വയറിലും കൈക്കും കടിച്ചു. വേദനയിൽ ശിവപ്രസാദ് കാലുകൊണ്ട് ചവിട്ടി മനുവിനെ താഴെയിട്ടു. ടീപ്പോയിൽ തലയിടിച്ചാണ് മരണം സംഭവിച്ചത്. മദ്യപിച്ചിരിക്കുന്നതിനിടയ്ക്ക് എന്തോ തർക്കം ഉണ്ടായി. കാരണം എന്തോന്നറിയില്ല. തർക്കമുണ്ടായ വഴിക്ക് ശിവപ്രസാദിനെ മനു കടിച്ചപ്പം ശിവപ്രസാദ് തിരിച്ച് തൊഴിച്ചപ്പോൾ
മനു തറയിൽ വീണ് ഏതോ ഫർണിച്ചറിൽ തലയിടിച്ച് വീണു. ശിവപ്രസാദ് തന്നെയാണ് മനുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പത്തനാപുരം EMS ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അയാളുടെ വീട്ടിൽ ഒരു വർക്ക്ഷോപ്പ് പണിയാൻ വേണ്ടി പ്രതിയുടെ വീട്ടിലേക്ക് ഇയാളെ വിളിച്ചു എടുത്തിട്ട് അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവർ കുറച്ച് കഴിഞ്ഞ് പണി നിർത്തിയ ശേഷം അവർ തമ്മിൽ വീട്ടിനകത്തിരുന്ന് സംസാരമായി. ആ സംസാരത്തിലാണ് ഉണ്ടായത്. പ്രതിയുടെ പറയുന്ന ആളുടെ ശരീരത്തിൽ കടിയേറ്റ പാടുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. തുടർന്ന് കുമ്പളയിലെ ബന്ധുവീട്ടിലേക്ക് പോയ ശിവപ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ഇന്നു തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. 24 പത്തനംതിട്ട. കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നതകളിൽ വിമർശനവുമായി RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. കോൺഗ്രസിലെ അനൈക്യം മുന്നണിയിൽ അരോചകമായി മാറുന്നു. എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഐക്യമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അനൈക്യം എന്നുള്ളത് ഒരു വലിയ ജനവിഭാഗത്തിന് അരോചകമായി തോന്നുന്ന കാര്യമാണ്. അത് കോൺഗ്രസ് നേതാക്കന്മാരും തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം വാർത്തകൾ വരാതെ പോവുകയാണ് ഇന്ന് ഉചിതം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിവില്ല. ഇതെല്ലാം ഇന്ന് മാധ്യമങ്ങൾ വരുന്ന എല്ലാം വിശ്വസിക്കേണ്ട കാര്യമില്ല. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, UDF യോഗത്തിനകത്ത് സാധാരണ ഇത്തരം വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. കോൺഗ്രസിൽ ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകുന്നത് മുന്നണിയെ ആകെ ബാധിക്കും, തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, സാധ്യതകളെ ബാധിക്കുമെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരാറുണ്ട്. ഇതാ പരസ്യമായി RSP അതിലൊരു നിലപാടെടുത്തിരിക്കുന്നു. കോൺഗ്രസ് തിരുത്തണം. ഇതൊരു പക്ഷേ നാളെ മറ്റ് ഘടകകക്ഷികളും കോൺഗ്രസിനോട് പറയാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണല്ലേ? തീർച്ചയായും വിജയകുമാർ. അതായത് ആലപ്പുഴയിൽ 5 ജില്ലകളുടെ മധ്യമേഖല ക്യാമ്പാണ് RSP സംഘടിപ്പിച്ചത്. ആ ക്യാമ്പിന് ശേഷമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു ഷിബു ബേബി ജോൺ ഈ രീതിയിലുള്ള പ്രതികരണം നടത്തിയത്. അതായത് കോൺഗ്രസിൽ ഗാന്ധിജിയുടെ കാലം മുതൽ തന്നെ വിഭാഗീയ പ്രശ്നങ്ങളും തമ്മിലടിയുമുണ്ട്. അത് എല്ലാ കാലത്തും ഉള്ളതാണ്. അത് കോൺഗ്രസിൽ പുതിയ കാര്യമല്ല. പക്ഷേ പുതിയ രാഷ്ട്രീയ സാഹചര്യം അതല്ല. ഇപ്പോഴത്തെ ഭരണത്തിൽ ജനങ്ങൾക്ക് വലിയ വെറുപ്പുണ്ട്. അതൊരു ഭരണവിരുദ്ധ വികാരം എന്ന രീതിയിൽ അതിനെ മുതലെടുക്കാൻ, അതിനെ പ്രയോജനപ്പെടുത്താൻ ആകുന്നില്ല. അത്തരത്തിലുള്ള വിമർശനമാണ്. അതായത് കോൺഗ്രസ് എല്ലാ കാലത്തിലും ഇത്തരത്തിലുള്ള തമ്മിലടി ഉണ്ടെങ്കിൽ കൂടി പുതിയ വർത്തമാനകാല ആനുകാലിക രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി നേതൃത്വം തിരിച്ചറിയണമെന്നുള്ള പ്രതികരണമാണ്. ഒപ്പം തന്നെ മാധ്യമങ്ങളുടെ എല്ലാ വാർത്തകളും അത് ഒരു സൃഷ്ടി, മാധ്യമ സൃഷ്ടി മാത്രമല്ല എന്ന ഒരു നിലപാടാണ് RSPക്കുള്ളത്. അതായത് തീ ഇല്ലാതെ പുക ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിലവിൽ കോൺഗ്രസിനെ ഏറ്റവും വലിയ രീതിയിൽ അലട്ടുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ അത്തരത്തിലുള്ള ഒരു തമ്മിലടി കോൺഗ്രസിലുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തന്നെ 5 പേർ അതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള വലിയ മാധ്യമ വാർത്തകൾ അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന ഘട്ടത്തിലാണ് ഈ മുഖ്യമന്ത്രി ചർച്ച. അത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം മതി. അത് ഈ കോൺഗ്രസിൽ അല്ലെങ്കിൽ UDFൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനമുണ്ട്. ഒപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ മുന്നണിക്കകത്ത് നിന്ന് RSPക്ക് പരസ്യമായി ഇതിനപ്പുറവും ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം അവർ പറയുന്നത് ഇപ്പോഴുള്ള ഈ കോൺഗ്രസിനുള്ളിലെ അനൈക്യം അത് മുന്നണിയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് വലിയ രീതിയിൽ അരോചകമാണ്. അക്കാര്യത്തിൽ മുന്നണിക്കകത്ത് ഒരു പക്ഷേ വരാവുന്ന അല്ലെങ്കിൽ മുന്നണി യോഗങ്ങളിൽ വരാനിരിക്കുന്ന ചർച്ചകളുടെ ഒരു സ്വഭാവം കൂടിയാണ് ഷിബു ബേബി ജോൺ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. എല്ലാം മാധ്യമ സൃഷ്ടിയെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഇപ്പോഴേ തർക്കം നടക്കുന്നത് മുന്നണിയിൽ വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് കോൺഗ്രസിനെ ഉപദേശിക്കുകയാണ് RSP ഈ ഷിബു ബേബി ജോണിന്റെ പ്രതികരണത്തിലൂടെ ചെയ്യുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള BJP പ്രകടന പത്രിക സങ്കല്പ പത്രത്തിന്റെ 3ാം ഭാഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പുറത്തിറക്കും. ചേരികളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തി. തുടർഭരണം ലഭിച്ചാൽ ചേരികളിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, ശുദ്ധജല പദ്ധതി, യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പദ്ധതികൾ തുടങ്ങിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ സങ്കല്പ പത്രികയുടെ 3ാം ഭാഗത്തിൽ ഇടം പിടിച്ചേക്കും. പ്രകടന പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ BJPക്കായി രജൌരി ഗാർഡനിലെയും ശ്രീനഗറിലെയും 2 റാലികളിലും അമിത്ഷാ പങ്കെടുക്കും. യമുനയിലെ മാലിന്യം BJP വീണ്ടും ചർച്ചയാക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ കട്ടൌട്ട് യമുന നദിയിൽ മുക്കി ന്യൂഡൽഹി BJP സ്ഥാനാർത്ഥി പർവേശ് വർമ്മ കേജ്രിവാളിനെ പരിഹസിച്ചു. दिल्ली को बचा लीजिए, यहाँ पर अभी हमको यहाँ पे खड़ा नहीं हुआ जा रहा, इतनी गंदी स्मेल आ रही है, सारा काला पानी है। मैं कौन है क्या? तो अगर हमें दिल्ली को बचाना है तो 5 तारीख को, और ये व्यक्ति ने कहा था कि मैं यमुना को साफ करूंगा, 11 साल हो गया,
यहाँ पर 8,000 करोड़ रुपया कहाँ चला गया, अरविंद केजरीवाल ने कहाँ खर्च कर दिया, किसी को नहीं मालूम। ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നതിനു മുൻപ് ചേരികളിൽ വികസനം എത്തിയിരുന്നില്ലെന്നും തന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ചേരികളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് തുടക്കം കുറിച്ചതെന്നും അരവിന്ദ് കെജ്രിവാൾ. दिल्ली में 1792 कच्ची कॉलोनियां हैं. इन कच्ची कॉलोनियों में हमारी सरकार बनने के पहले 2015 के पहले किसी किस्म का विकास अलाउड नहीं था. सुप्रीम कोर्ट के आदेश थे, सेंट्रल गवर्नमेंट के आदेश थे. उन सब अड़चनों को पार करके हमने सारी कच्ची कॉलोनियों के अंदर काम करना चालू किया. पिछले 10 साल में लगभग सभी, कुछ कॉलोनियां रह गई हैं, लगभग सभी कॉलोनियों में हमने सीवर की पाइपलाइन डाली है, नई पाइपलाइन डाली है, बहुत बड़े स्तर के ऊपर. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഇന്ത്യ മുന്നണി നേരിട്ട പരാജയത്തിൽ കേജ്രിവാളിനെ പഴിച്ച് കോൺഗ്രസും രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതാണ് കോൺഗ്രസ് ചെയ്ത തെറ്റെന്ന് കൽക്കാജി സ്ഥാനാർത്ഥി അൽക്ക ലാംബ ആരോപിച്ചു. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. തൊടുപുഴ പെരുമാങ്കണ്ടത്ത് കാർ കത്തി നശിച്ചു. കാറിനകത്ത് ആളുണ്ട് എന്ന സംശയമുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, അതിൽ ഒരാൾ അകപ്പെട്ടിട്ടുണ്ടെന്ന് ആശങ്ക ഉണ്ടോ, അതോ രക്ഷാപ്രവർത്തനം പൂർത്തിയായോ? എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ആ കാറിനുള്ളിൽ ഒരാളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പഴയ മാരുതി 800 കാറാണ്. അത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ വാഹനത്തിന് തീ പിടിക്കുന്നത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് അടക്കമുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഫയർഫോഴ്സ് വ്യക്തമാകുകയുള്ളൂ. അത് മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ആ കാറിനകത്ത് നിന്ന് ആളിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് ഈ ഫയർഫോഴ്സ് അധികൃതർ പറയുന്നത്. എന്തായാലും പൂർണ്ണമായിട്ടും കത്തി നശിച്ച നിലയിലാണ് അതിനകത്ത് ഉള്ള ആള് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആരുടെ കാറാണ്, ആരാണ് ആ കാറിനുള്ളിൽ അകപ്പെട്ടത് എന്നടക്കമുള്ള വിശദമായ വിവരങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും രാഹുൽ, ഇതുവരെ ഈ ആളിനെ അതിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെയാണോ കരുതേണ്ടത്? അങ്ങനെയാണ് കരുതേണ്ടത്. കാരണം ആ കാർ പൂർണ്ണമായും കത്തി നശിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് എത്തേണ്ടി വന്നു. അപ്പോൾ തന്നെ അറിയാം തീ എത്രത്തോളം രൂക്ഷമായ രീതിയിൽ കത്തിയിരുന്നു എന്നുള്ളത്. നാട്ടുകാർ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും അത് സാധിച്ചില്ല. പൂർണ്ണമായിട്ടും അത് കത്തുകയായിരുന്നു. അതിനുള്ളിൽ കുടുങ്ങിയ ആളും പൂർണ്ണമായിട്ടും കത്തി നശിച്ച നിലയിലാണ്. ഇനി എന്തായാലും ഫോറൻസിക്കും അതുപോലെ തന്നെ പോലീസും ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തിയതിനു ശേഷം മാത്രമായിരിക്കാം മൃതദേഹം അവിടുന്ന് മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരാളുടെ ജീവൻ കാർ കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിദാരുണമായ സംഭവമാണ് ഇത്. ഈ ദൃശ്യങ്ങൾ തൊടുപുഴ പെരുമാങ്കണ്ടത്ത് നിന്നാണ്. ഒരു കാറ് പൂർണ്ണമായും കത്തി നശിച്ചു. അതിലൊരാളുണ്ട്. ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതേ ഉള്ളൂ. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം ഇന്നത്തെയും സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.